ഹലോ. സൗദി അറേബ്യയിൽ ദമാം അപ്കേക്കിൽ ഇന്ന് തണുപ്പ് 5 ഡിഗ്രിയാണ് കേട്ടോ. എന്തായാലും രാവിലെ വന്ന് കട തുറന്നപ്പോൾ ഇവിടെ ഫുൾ ഐസ്. നല്ല രസമാണ്, കയ്യൊക്കെ ഇങ്ങനെ പൊള്ളിയാൾ മക്കളെ. എന്തായാലും കറക്റ്റ് ടൈമിൽ ഇവിടെ ഒന്നും കിട്ടിയില്ല. കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്നുള്ളൂ. കുടിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഗുലാബ് കോള പേരും മഴയത്ത് ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞ പോലെ നല്ല തണുപ്പാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഫ്രണ്ട് വിടുന്നതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ആൾക്ക് എന്നെ ഓർമ്മ വന്നു. ഒരു വീഡിയോ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും താങ്ക്സ്. ഇതിനെക്കുറിച്ച് എല്ലാവരും വീഡിയോസൊക്കെ ചെയ്ത് എന്താ പറയുക, കുറേ ട്രോളുകളും ഇറങ്ങിയിട്ടുണ്ട്. കൊക്കക്കോളയുടെക്കാളും വലുതാണോ അതിനേക്കാളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. എന്തായാലും അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല, എനിക്കറിയില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് ഇതിൻ്റെ വിദഗ്ധന്മാരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്താ പറയുക, ഈത്തപ്പഴത്തിൽ നിന്ന് വേറെ ഇതിൽ ഷുഗറൊന്നും കൂടുതൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് ധൈര്യമായിട്ട് കുടിക്കാമല്ലോ. പെപ്സി ഒഴിവാക്കിയിട്ട് ഏകദേശം ഒരു 1.5 വർഷമായിട്ട് പെപ്സി ഒന്നും കുടിക്കാറില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. കോള കുടിച്ചിട്ട് ഒരുപാടായതുകൊണ്ടേ ഇത് ഒറ്റ കുടിച്ചാൽ ശരിയാവില്ല. നമ്മുടെ സൈനു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. സൈനോ, എങ്ങനെടാ, കോളയുടെ പോലെയാണോ അതോ കോളയുടെ പോലെയൊക്കെ തന്നെയാണ്. പൊളി, ക്ലിക്കായ അടിപൊളി. അക്രം, നമ്മുടെ വേറൊരു മുത്തും കൂടെ ഉണ്ട് കേട്ടാ. അടിപൊളി. എന്തായാലും ഇത് ഈത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അതിൻ്റെ ടേസ്റ്റൊന്നുമില്ല. അതിൻ്റെ ടേസ്റ്റൊന്നും കിട്ടുന്നില്ല. ഒരു കോള, പെപ്സിയുടെ പോലല്ല, കോളയുടെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. എന്തായാലും കോള. ഒരുപാട് ട്രോളുകൾ ഇതിനെ പറ്റിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സൗദി അറേബ്യയിൽ ഇത് ഇതായപ്പോഴേക്കും മലയാളികൾക്കൊക്കെ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കിത് ഇച്ചിരി അഹങ്കാരം തന്നെയാണ് കേട്ടോ. ബൈ.